ട്രംപിന്റെ പച്ചക്കള്ളങ്ങളെ തള്ളിപ്പറഞ്ഞ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്പോക്സ്മാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാന്റെ മണ്ണിന് എത്രമാത്രം പവിത്രത ഞങ്ങൾ നൽകുന്നുണ്ടോ അത്ര തന്നെ പവിത്രത ഞങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിനും ഉണ്ട്. അത് ഒരാൾക്കും കൈമാറുന്ന പ്രശ്നമേ ഇല്ല. ട്രംപിന്റെ വാക്കുകൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ കൈമാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇറാന് നന്ദി പറഞ്ഞിരിക്കുന്നത്. നന്ദി പറയുന്ന കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് എപ്പോഴും മുന്നിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ പച്ചക്കള്ളമായിരിക്കും. എന്നാൽ അതുപോലുള്ള ഒരു കള്ള പ്രസ്താവന തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം നടത്തിയത് എന്ന് ഇറാന്റെ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ഇറാൻ ഒരിക്കലും അവരുടെ യുറേനിയം ആർക്കും കൈവിട്ട് നൽകാൻ തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ്. അങ്ങനെ അവർ തയ്യാറായിരുന്നുവെങ്കിൽ ഇത്രമാത്രം യുദ്ധം ഉണ്ടാവുകയും ഇല്ലായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇറാൻ ഇതാ ഹോർമുസ് കടലേക്ക് പൂർണ്ണമായി തുറന്നിരിക്കുന്നു. താങ്ക് യു ഇറാൻ. ഇറാൻ നന്ദി പറയുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത, ഹോർമുസ് കടലിടുക്കിലൂടെ കടക്കാൻ ശ്രമിച്ച കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇപ്പോൾ പേർഷ്യൻ കടലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ ആ വഴി കടത്തി വിടുന്നില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് ഇറാൻ വ്യക്തമായ രൂപത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇറാന്റെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന കാലത്തോളം ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ട്രംപിനെ കൊണ്ട് ഇറാൻ ഈ ഉപരോധം പിൻവലിപ്പിക്കുന്ന എല്ലാ നീക്കങ്ങളും നടത്താൻ പോകുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇത് തുറക്കുമ്പോൾ തന്നെ ഇറാൻ ടോൾ പിരിക്കും എന്ന കാര്യവും സൂചന നൽകിയിട്ടുണ്ട്. കാരണം അതിന്റെ പേരിലാണ് ഞങ്ങൾ നിശ്ചയിച്ച പ്രത്യേകമായ റൂട്ടിലൂടെ തന്നെ കപ്പലുകൾ സർവീസ് നടത്തണമെന്ന് ഇറാൻ കൃത്യമായി കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഇറാൻ ടോൾ പിരിവിന് വേണ്ടി മുമ്പ് നിശ്ചയിച്ച റൂട്ട് തന്നെയായിരുന്നു. ഇത് ഈ ടോൾ പിരിവിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് വ്യക്തമാണ്. എന്നാൽ ടോൾ പിരിവ് നടത്തുകയും ചെയ്യും, കപ്പലുകളെ സർവീസ് നടത്താൻ അനുവദിക്കുകയും ചെയ്യും. അതേസമയത്ത് അമേരിക്ക അവരുടെ എല്ലാ ഉപരോധങ്ങളും എടുത്തു കളയണം എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ അവസാനം ട്രംപ് പറയുന്നത്, ഞങ്ങൾ വീണ്ടും ബോംബാക്രമണത്തിലേക്ക് തന്നെ നീങ്ങേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ട്രംപ് ഇതുവരെ നടത്തിയ എല്ലാ പ്രസ്താവനകളും പച്ചക്കള്ളമാണ്. ഈ ഒരു വിഷയത്തിൽ പോലും ഇറാൻ പിന്നോട്ട് നിൽക്കാൻ തയ്യാറായിരുന്നില്ല. അവരുടെ ഡിമാൻഡുകൾ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയുണ്ടാകും. അതല്ലാതെ ഇറാന്റെ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് അമേരിക്കക്ക് മുന്നിലോ ഇസ്രയേലിന്റെ മുന്നിലോ അടിയറ വെച്ചുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു നീക്കത്തിനോ ഒരു ചർച്ചക്കോ ഇറാൻ തയ്യാറല്ല എന്ന കാര്യം തന്നെയാണ് ഇതിലൂടെ എല്ലാം വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ട്രംപ് നടത്തുന്ന കളവുകളുടെ മാലപ്പടക്കമാണ് ഓരോന്നോരോന്ന് ട്രംപിന്റെ പ്രസ്താവനക്ക് പിന്നാലെ ഇറാൻ പൊളിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്.